ഹലോ ഗൈസ്, നമ്മളിപ്പോ ഇന്ന് പോകാൻ പോകുന്നത് ഒരു പെറ്റ്സിനെ മേടിക്കാനാണ്. നമ്മുടെ കോഴികളൊക്കെ നമ്മൾ വിറ്റ് തീർത്തല്ലേ? പുതിയ കോഴികളെ സ്റ്റോക്ക് ഇറക്കണം. അപ്പൊ അതിനുവേണ്ടി പോവാ. എല്ലാരും പോവല്ലേ? അതെ അതെ അതെ, നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. മറ്റേ അസീസ് സ്റ്റാർ മാജിക് ഇവിടെ ഉറങ്ങുന്നു, അരിയുറക്കത്തിലാണ്. നമ്മളിപ്പോ മഴയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല തിരക്കുമുണ്ട്. അപ്പൊ നമുക്ക് നമ്മള് ഇത്രയും മഴയത്തും പോകണമെങ്കിൽ നമുക്ക് അത്ര മൃഗങ്ങളോട് അത്ര ഇഷ്ടമുണ്ട്. അതെ അതെ അതെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേടിക്കാൻ വന്നപ്പം കളക്ടർ അവധിയായിരുന്നു. ഈ പ്രാവശ്യം കളക്ടർ അവധിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കളക്ടർ മാക്സിമം അവധി തരും. അപ്പൊ നമുക്ക് കോഴിക്കോട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കളക്ടറുമായിട്ട് പോയപ്പോൾ വെയിലായിരുന്നു. പക്ഷെ ഇന്ന് മഴയാണ്. കളക്ടറുടെ പ്രവചനം സത്യമായി. സത്യമായിരിക്കും. ആദ്യമായി പ്രഡിക്ഷൻ അപ്പൊ ഇന്ന് കളക്ടർ പറഞ്ഞ ശരിയായി ഗൈസ്. ഇന്നലെ പോലും മഴയില്ലായിരുന്നു, ഇന്നാണ് മഴ. ഉച്ച കഴിഞ്ഞാൽ മഴ അടിച്ചീർക്കാൻ പാടാ. വേണ്ട, അടിക്കണ്ട. അല്ല, നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ പനക്കപ്പാലം എത്തി. പറഞ്ഞോളൂ. പനക്കപ്പാലം. പണ്ട് ഇവിടെ ഒരു കടയാണ്. പണ്ട് പേട്ടയിൽ നടന്ന് ഈ പനക്കപ്പാലത്തെ കടയിൽ വന്ന് സാധനം മേടിച്ചോണ്ട് പോകും. എന്നിട്ട് തിരിച്ച് നടന്നു പോകായിരുന്നു. പണ്ട് നടന്നു, ഇപ്പൊ കാറല്ലേ. ഇനി കുറച്ച് കഴിയുമ്പോ ട്രക്കിലൊക്കെ പോകും. കൊറേ ലോഡ് എടുക്കാൻ കാണുവേ. ഏത് അല്ലേ? എന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോ വീണ്ടും കാണാം. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി സാധനം മേടിക്കാൻ പോണം. എല്ലാമാർക്കും ഇപ്രാവശ്യം അത് വിഷയമുണ്ട്. എല്ലാമാരും ഏത് സാധനം മേടിക്കുമോ സെലക്ട് ചെയ്തോണ്ടിരിക്കടാ. മീൻകുളത്തിലാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മള് ഈ സാധനം ചെറുതായിരുന്നു, ഇപ്പൊ നല്ല വലുതായി. അപ്പൊ ഈ കടയുടെ അപ്ഡേഷൻ കാണാം. അകത്തോത്ത മീനാണോ? പിന്നെ നമ്മള് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴിന്ന് വെച്ചാ ഈ ഐറ്റമാണ്. ഈ കോഴി കുറെ കോഴികളൊക്കെ വന്നിട്ടുണ്ട്. കരിക്കോഴിയുണ്ട്, മുയൽ കുറെ ഉണ്ട്. മുയൽ അതിന്റെ അടുത്ത് ഗിനിയും കിടക്കുന്നു. ചോര നല്ല കിറ്റിന്റെ ഗിനി ഭയങ്കര ഓട്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇത് സ്പൈക്ക് പോലെ ഇതില്ല, ഈ സ്പൈക്ക് പോലെ ഇരിക്കുന്നത് കാണിച്ചിട്ട് ഓക്കെ അല്ലേ? കോഴികളൊക്കെ 2-3 എടുത്തിട്ടുണ്ട്. 6 എണ്ണം. കഴുകാൻ കോഴി ഞാൻ പിടിക്കാൻ പറ്റാം. കഴുകാൻ കോഴി ഇപ്പോൾ ഐറ്റം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോനല്ലേ നിൽക്കാൻ. നമ്മുടെ പുതിയ കൂട്ടിലോട്ട് ഒരു ജോഡി ലവ് ബേർഡ്സ് കൂടെ മേടിക്കാമെന്ന് കരുതിയിട്ടുണ്ട് അല്ലെ? നമുക്ക് മേടിക്കല്ലേ? നമ്മൾ വാങ്ങോ? പൈസ നോക്കുന്നില്ല, നോക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെ ലവ് ബേർഡ്സിന്റെ അടുത്ത് കൂട്ടിലിട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത പിടിക്കാൻ വേണ്ടി പോവാ. കളർ നോക്കിയല്ലേ? ഞാൻ നോക്കിയേ. ഈ കളർ നമുക്ക് ഉള്ളതല്ലേ? ഉള്ളയാണോ? നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. 4 കോഴിയും 5 കോഴിയും 2 ലവ് ബേർഡ്സും ഇടാം. ഇതൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. ഇതൊക്കെ മേടിക്കാനാണോ? നമുക്കിത് പാക്ക് ചെയ്യാം. അടുത്ത വർഷം നമ്മൾ ഈ ക്ലീൻ എന്തായാലും നമ്മൾ കൊണ്ടുപോകും. അപ്പൊ നമ്മള് മേടിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് മേടിച്ച സാധനങ്ങൾ മഴയാണോ? ഭയങ്കര മഴയാ. ഇതൊന്ന് വണ്ടി കയറ്റാം. അപ്പൊ നമ്മള് വണ്ടി കയറാൻ വേണ്ടി പോട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളപ്പം 1500 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തേക്കോട്ടോ. എല്ലാം കൂടെ അടക്കും. 1500 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തേക്കോണ്. കയ്യില്
അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ആദ്യം 300 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തുള്ള കാലമുണ്ട് നമുക്ക്. കേറി 1500 വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഇവിടെ ലക്ഷക്കണക്കിന് ഷോപ്പിംഗ് ചെയ്യണം. പാർട്ട്ണർഷിപ്പിൽ എടുക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. നിങ്ങൾ ഏത് മേടിക്കും നിങ്ങൾ കമന്റ് ചെയ്യണം. എന്ത് വേണമെന്ന് കമന്റ് ചെയ്യണം. നമുക്ക് ഇനി ഒരു സൺകുണൂറോ അല്ലെങ്കിൽ മറ്റേ പൈനാപ്പിളിന്റെ കമന്റ് നമുക്ക് അലിഗേറ്ററിന് വാങ്ങാൻ പ്ലാൻ ഉണ്ടല്ലേ? അലിഗേറ്ററിനെ മേടിച്ചേക്കാം. ഒരു വലിയ അലിഗേറ്ററിനെ കൂടെ ഇറക്കിയേക്കാം. ഒരു 10-50 രൂപ ആകുമായിരിക്കും. വിഷയമില്ല. അപ്പൊ നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ പോയിട്ട് വീഡിയോ എവിടെ സെറ്റ് ചെയ്യുന്നതെല്ലാം കാണിച്ചു ഞാൻ കോഴിക്കുള്ള. അപ്പൊ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അതെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിതിനെ പറ്റി പറയാൻ എന്താ വെച്ചാൽ, ഈ പുതുതായി വന്ന എല്ലാത്തിനെയും അപ്പൊ കുട്ടികളൊക്കെ ചുമ്മാ ഇരിക്കുമ്പോ എന്തേലൊക്കെ വളർത്തുക ഇങ്ങനെ. അതെ നല്ല ഇതുണ്ടാവും. നല്ല എന്തുണ്ടാവും, നല്ല എന്തേലൊക്കെ ഉണ്ടാവും. നല്ല സംഭവം ഉണ്ടാവും. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനൊരു ഇതുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് ഒരു ഇതില്ലാത്തോണ്ടാണ് ഒരു ഇതിനെ കുറിച്ച് പറയാൻ ഇത് വരാത്തത്. ഇവിടെ കോഴിക്കടയാണ്, അവിടെ അതുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇതില്ല. പ്രാവിന് കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതെ, പ്രാവിന് കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. അപ്പൊ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. ഇപ്പൊ മഴ കുറഞ്ഞിട്ടുണ്ട്. ചെപ്പണ്ടി കൊത്തില്ല മണിസാർ ആശുപത്രി. അതെ ഇതിനകത്തുണ്ടായിരുന്നോ? രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന്റെയാണ് മേവിനെ. എന്റെ പേരെന്തായിരുന്നു? എന്റെ പൊറോട്ട തിന്നു. ഞാൻ പൊറോട്ട പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. അതിന്റെ പൊറോട്ട തിന്നില്ലെന്ന് പറഞ്ഞ തിന്നു. നിങ്ങളുടെ പേരെന്തായിരുന്നു? അന്നപ്പോ നമുക്ക് പിന്നെ കാണാം. ബൈ. നമുക്ക് പിന്നെ കാണാം. നമ്മളപ്പോ ചായ കുടിക്കാൻ പോവാണ് ഗായ്സ്. നമ്മളപ്പോ പോവാണ്. മഴയത്ത് നല്ല കടി കഴിക്കാറില്ല. കടി കുടിക്കാതെ സാധനം ഉണ്ടേ. കുടിച്ചെന്താ സോഡ പഴമ്പൊഴിയില് ചമ്മന്തി വെച്ച് കഴിക്കുന്ന സൈവിനാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോ? വളരെ നല്ല മഴയത്ത് നല്ല ചായയും ചൂട് കടി ചെറാപ്പുഞ്ചി മഴയത്ത്. അപ്പൊ നമ്മുടെ കോഴി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണോ? ലവ് ബേർഡ്സും ഒന്നൂടെ. മഴയാണ് ഗായ്സ്. എല്ലാരും എടുക്കലാണ്, ഒരു വിഷയമില്ല. നമ്മള് കൂട്ടിലോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. മഴയത്ത് കഷ്ടപ്പെട്ട് നമ്മള് പോകുന്നത് കേട്ടോ. കോഴി നനയ്ക്കാതെ. 2 ലവ് ബേർഡ്സ് ഉണ്ട് ഗായ്സ്. നമ്മൾ മഴയത്തും കഷ്ടപ്പെടുകയാണ് ഗൈസ്. ഇട്ടോ 1 2 നമ്മളെല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. ഇവര് ഇത്രയും പേരാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചത്. ഇവരെ വളർത്തി വലുതാക്കണം. 2 സിൽക്കി 3 സിൽക്കി 2 കറുപ്പും കഴുകാൻ കൊത്തുന്നുണ്ട്. പ്രാവ് എന്താന്ന് അറിയാൻ പറ്റാതെ കണ്ടോ. അത് ഞാൻ കുഞ്ഞുങ്ങളെ തൊടാലേ തറ. ഇപ്പഴേ വേണ്ടേ, കുറച്ച് ആവണ്ട. ചൂട് പറ്റി കിടന്നോളൂ. കേട്ടാ. ഓക്കെ, ലവ് ബേഴ്സിന് ഇടാൻ വേണ്ടി പോവാണ് നമ്മള്. ഞാനും പോവുകയാണ്. ഇത് ഉടക്കി അത് അവിടെ മാത്രം മഴ പെയ്യുന്നു. ആ പോവാ. അങ്ങനെ നമ്മള് ഇടാൻ വേണ്ടി പോട്ടോ. ലവ് ബേഴ്സിന് ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ പിടിച്ചിട്ടുണ്ട്. പുതിയ കമ്പനിക്കാരെ കിട്ടി ഇവർക്ക്. പിടിക്കാണ്ട് അതിന്റെ മുകള് ഭാഗം ശരിയാക്കാണ്. അതിന്റെ കുറവുകളുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചൊന്നുമില്ല. ആണല്ലേ, പെയിന്റ് അടിച്ചേക്കാം. സെറ്റാ കേട്ടോ. എല്ലാരും ഇട്ടിട്ടുണ്ട്. ഇതേ നമ്മുടെ കലക്കാനിരിക്കുന്നു. വെള്ളം തീർന്നു പോയി. അതിന്റെ വെള്ളം തട്ടി കുറച്ച് കുറച്ച് എടുത്തേ കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ മഴയത്ത് നമ്മള് ഒരുമിച്ചിരിക്കുന്നു. പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഒന്ന് പരിചയപ്പെടുന്നുണ്ട്.
വീഡിയോ കണ്ട മാറിപ്പോയി. ഇതേ കൂടെ ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതിലെ കൂടെ തൂങ്ങാന്നൊക്കെ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടും, നമ്മളെ മഴയത്ത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുത്ത വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ദേ ആ കൂടെ നമ്മൾ അവിടെ പിടിച്ചു. കോഴികളെ കൂടെ നനഞ്ഞടക്കമാണ്. മഴയത്ത് നനച്ചാൽ കുഴപ്പമുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും എല്ലാവരും നനയും കേട്ടോ. അതിലുകൊണ്ടേ പറയണം, ഇവരെ ഇന്നൊന്നും നനച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലോട്ട് കയറി പോവാം. ഓക്കെ ബൈ. ചീകി മിനിക്കൊണ്ടിരിക്കുക കേട്ടോ, മഴ നനഞ്ഞൊക്കെ ചീകി മിനിക്കി പരിപാടിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക. അവർക്ക് രണ്ടുപേർക്ക് ഇതുവരെ പിടിയിട്ടില്ല എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക.